എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള വിവരാവകാശം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? ആൻസർ ഓപ്ഷൻ സി, 48 മണിക്കൂർ. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? ആൻസർ ഓപ്ഷൻ എ, 19. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ 19ാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? ആൻസർ ഓപ്ഷൻ സി, 25,000. 25,000 രൂപയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ 25,000 രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി, 1, 2, 3. 1. ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ. ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം. 3. അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരം. അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് താഴെ പറയുന്നവയിൽ ഏതാണ് പൊതുരേഖയായി നൽകാൻ സാധിക്കുന്നത്? വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് താഴെ പറയുന്നവയിൽ ഏതാണ് പൊതുരേഖയായി നൽകാൻ സാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, മറ്റൊരാളുടെ ജാതി സർട്ടിഫിക്കറ്റ്. മറ്റൊരാളുടെ ജാതി സർട്ടിഫിക്കറ്റാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് താഴെ പറയുന്നവയിൽ ഒരു പൊതുരേഖയായി നൽകാൻ സാധിക്കുന്നത്. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ്. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, ഫീസ് ഒടുക്കേണ്ടതില്ല. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർ വിവരാവകാശ നിയമപ്രകാരം ഫീസ് ഒന്നും കൊടുക്കേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് ഒടുക്കണം? വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഫീസ് ഒടുക്കണം? ആൻസർ ഓപ്ഷൻ ഡി, കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് ഒടുക്കണമെന്ന കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി. ആൻസർ ഓപ്ഷൻ സി, 5 വർഷം. 5 വർഷമാണ് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി.
വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായും അപൂർണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടാവുന്ന പിഴസംഖ്യ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 25,000 രൂപ. 25,000 രൂപയാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴസംഖ്യ. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി PA2 DGP. PA2 DGP ആണ് കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വിജിലൻസ്. വിജിലൻസ് ആണ് 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശാപേക്ഷയ്ക്ക് മേൽമറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശാപേക്ഷയ്ക്ക് മേൽമറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 30 ദിവസം. 30 ദിവസമാണ് വിവരാവകാശ നിയമപ്രകാരം സാധാരണയുള്ള വിവരാവകാശാപേക്ഷയ്ക്ക് മേൽമറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവ. വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവയാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്? മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ദീപക് സന്ധു. ദീപക് സന്ധു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വിവരാവകാശ നിയമം. വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ സി APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി.
രാഷ്ട്രപതിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത്. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏത്? വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി, 1, 3, 4. 1. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 3. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. 4. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. അപ്പോൾ ഏതൊക്കെയാണ്? അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷമാണ്. കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആൻസർ വി ഹരിനായർ. വി ഹരിനായരാണ് കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3, 4. 1. സർക്കാർ ഓഫീസുകൾ. 2. ISRO. 3. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. 4. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഏതൊക്കെയാണ്? സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ ഉൾപ്പെടുന്നവയാണ്. 2005 വിവരാവകാശ നിയമമനുസരിച്ച് താഴെ പറയുന്നവയിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽപ്പെട്ടത് ഏത്? 2005 വിവരാവകാശ നിയമമനുസരിച്ച് താഴെ പറയുന്നവയിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വ്യക്തികളെ വിളിച്ചുവരുത്തി നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കുന്നതിനുമുള്ള അധികാരം. വ്യക്തികളെ വിളിച്ചുവരുത്തി നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുമുള്ള അധികാരം. കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത്? കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്തത്രയും എണ്ണം കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണർമാരും. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്തത്രയും എണ്ണം കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണർമാരും. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. 1. അഴിമതി നിയന്ത്രിക്കുന്നതിന്. 2. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വബോധമുണ്ടാക്കുന്നതിന്. 3. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. അപ്പോൾ ഏതൊക്കെയാണ്? അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമാണ് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളിൽ ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര വർഷമാണ്? ദേശീയ സംസ്ഥാനങ്ങളിലെ
മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി 3 വർഷം. 3 വർഷമാണ് ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി വകുപ്പ് 5 ഭാഗം 2. വകുപ്പ് 5 ക്ലോസ് 2 വിവരാവകാശ നിയമത്തിലെ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏത് സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകുവാനുള്ള സമയപരിധി 48 മണിക്കൂറായി കുറയ്ക്കാൻ കഴിയുക? വിവരാവകാശ നിയമം 2005 പ്രകാരം ഏത് സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകുവാനുള്ള സമയപരിധി 48 മണിക്കൂറായി കുറയ്ക്കാൻ കഴിയുക? ആൻസർ ഓപ്ഷൻ സി കോടതി നടപടികൾക്ക് വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ. കോടതി നടപടികൾക്ക് വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം നൽകുവാനുള്ള സമയപരിധി 48 മണിക്കൂറായി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കുന്നത്? വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ 12ഉം 15ഉം. സെക്ഷൻ 12ഉം 15ഉമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. മന്ത്രിസഭയുടെ തീരുമാനങ്ങളാണ് താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. എ വ്യക്തികളെ വിളിച്ചുവരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ബി രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. സി ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതു രേഖയോ അതിൻ്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2-ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. വിവരാവകാശ നിയമത്തിൻ്റെ 2-ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. എ ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന. ബി രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ. സി മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാനത്തിലെ ഗവർണർ. സംസ്ഥാനത്തിലെ ഗവർണറാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി പ്രസ്താവനകൾ സി, ഡി ശരിയാണ്. സി പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. ഡി അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. പ്രസ്താവന എ നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. നിയമസഭാ സ്പീക്കറുടെ കൈവശമുള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. കാരണം ആർ പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പാർലമെൻറ്റിൻ്റെയോ
സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി. എ തെറ്റാണ്, പക്ഷേ ആർ ശരിയാണ്. അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി. 1, 2, 4 മാത്രം. 1. പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധ്യം ലഭ്യമാക്കുക. പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. 2. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. 4. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം.